തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വി.എസ്. രാജേന്ദ്ര പ്രസാദിന്റെ അങ്കമാലിയിലെ വീട്ടിൽ ഇ.ഡി. പരിശോധന നടത്തി. കടവന്ത്രയിലുള്ള ഇ.ഡി. സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്കെത്തിയത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, എക്സിക്യൂട്ടീവ് ഓഫീസർ വി.എസ്. രാജേന്ദ്ര പ്രസാദിന്റെ വീട്ടിലേക്ക് ഇ.ഡി. എത്തിയത് ഏത് സാഹചര്യത്തിലാണ്? പ്രവിധ, ഈ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് പറയുന്ന 2017-19 കാലഘട്ടത്തിൽ അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ആളാണ് വി.എസ്. രാജേന്ദ്ര പ്രസാദ്. മാത്രമല്ല, ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത്, ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്തും അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്തും അതിന്റെ തൂക്കം കൃത്യമായി രേഖപ്പെടുത്താനോ തെറ്റായ മഹസർ പരിശോധിക്കാനോ ഈ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന വി.എസ്. രാജേന്ദ്ര പ്രസാദ് തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു നടപടി സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. SITയുടെ FIR-ൽ ഈ വി.എസ്. രാജേന്ദ്ര പ്രസാദിന്റെ പേരും ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും ഇ.ഡി. ഉദ്യോഗസ്ഥരും ഈ രാജേന്ദ്ര പ്രസാദിനെ ചോദ്യം ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, സ്വർണ്ണക്കൊള്ളയ്ക്കുപരി ശബരിമലയിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മറ്റ് തട്ടിപ്പുകൾ കൂടി പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇ.ഡി. ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നത്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വി.എസ്. രാജേന്ദ്ര പ്രസാദിന്റെ അങ്കമാലിയിലെ വീട്ടിലും ഇ.ഡിയുടെ പരിശോധന നടത്തുകയാണ്. അങ്ങനെ ആകെ 21 ഇടങ്ങളിലാണ് ഇ.ഡി. സംഘം പരിശോധന നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമായിട്ടാണ് ഇപ്പോഴും ഈ പരിശോധന പുരോഗമിക്കുന്നത്. ഇപ്പോൾ മണിക്കൂറുകളായി പരിശോധന തുടരുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.